ജാമ്യാപേക്ഷ മൂവ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പമുള്ളതായിട്ട് എനിക്ക് ഇപ്പോൾ കിട്ടിയ ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് ഇവിടെ നിന്ന് പോയ പ്രോത്സാഹനമായിട്ട് ഞാൻ സംസാരിച്ചു. അവരുടെ വക്കീലുമായി അവർക്ക് സഹായം നൽകുന്ന ലീഗൽ ഓഫീസേഴ്സുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങൾ അവർ പറയുന്നത് ഒട്ടേറെ സാങ്കേതികമായ തടസ്സങ്ങൾ ഉന്നയിക്കുകയെന്ന് പറഞ്ഞത്. മറ്റു വിഷയങ്ങൾ എനിക്കറിയാം. അതായത് ജാമ്യാപേക്ഷ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ്. ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ടല്ലോ. ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇന്നലെ ഞായറാഴ്ചയായിരുന്നു കൊടുക്കാൻ പറ്റിയില്ല. ശനിയാഴ്ചയാണ് സംഭവം ഉണ്ടായത്. അന്ന് അവധിയായിരുന്നു. ഞായറാഴ്ച കൊടുക്കാൻ പറ്റിയില്ല. ഇന്നാണ് കൊടുക്കാൻ പറ്റുന്നത്. അതാണ് എന്റെ സാങ്കേതികത്വം. ഞാനൊന്ന് പറയാം. ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ആന്റി കൺവെർഷൻ ലോ പാസാക്കിയിരിക്കുകയാണ്. സാങ്കേതികമായി ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഈ കന്യാസ്ത്രീകൾക്കെതിരെ ഡബിൾ എഞ്ചിൻ സർക്കാർ, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിന്റെയും ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതൊരു ആദ്യത്തെ സംഭവമല്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് 2 വൈദികരെ, അതിൽ 90 വയസ്സുള്ള ഒരു വൈദികനെയും ചെറുപ്പക്കാരനായ മറ്റൊരു വൈദികനെയും അതിക്രൂരമായ രീതിയിൽ ഇതുപോലെയുള്ള ഫാഷിസ്റ്റ് വർഗീയവാദികൾ തല്ലിച്ചതച്ചത്. ഞാൻ അവരെ ആശുപത്രിയിൽ പോയി കണ്ടതാണ്. എറണാകുളം മഞ്ഞുമൽ ആശുപത്രി, സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റലായിരുന്നു അവർ അഡ്മിറ്റഡ് ആയിട്ടുണ്ടായത്. നമ്മൾ മനസ്സിലാക്കണം, കർണാടക സർക്കാർ, BJP സർക്കാർ ഒരു ലോ കൊണ്ടുവന്നതിന് ശേഷം കോൺഗ്രസ് സർക്കാർ വന്ന് ഒരാഴ്ചക്കകം ആ ആന്റി കൺവെർഷൻ ലോ റദ്ദ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇത് വർഗീയ ഭീകരവാദത്തിന്റെ വലിയ മുഖമാണ്. മിഷണറി നടത്തുന്ന പ്രവർത്തനങ്ങൾ മണിപ്പൂര് നമ്മളുടെ മുമ്പിലുണ്ട്. മണിപ്പൂര് പോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസും മെഡിക്കൽ കോളേജുകളും എല്ലാം നടത്തുന്ന ആതുര സേവന രംഗത്ത് ട്രൈബൽ മേഖലയിൽ, നക്സൽ മേഖലയിൽ പ്രവർത്തനം നടത്തുന്ന ഈ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ബജറംഗ് ദളിന്റെയും RSSന്റെയും BJPയുടെ അറിവോട് കൂടിയിട്ടുള്ള ഈ അക്രമം ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. അഡ്ജൺമെന്റ് മോഷൻ കൊടുക്കുക മാത്രമല്ല, അതിശക്തമായി ഞങ്ങൾ ഈ വിഷയത്തിൽ പാർലമെന്റിന്റെ അകത്തും പുറത്തും ഞങ്ങൾ പ്രതികരിക്കും. UDF MPമാർ ഒറ്റക്കെട്ടായി ഇതിൽ നിൽക്കുക. അതായത് കേരളത്തിൽ നിന്നുമുള്ള മിഷണറിമാരാണ് തുടർച്ചയായി രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത്. ഇക്കാര്യത്തിൽ കേരളത്തിലെ BJP പ്രസിഡന്റ് പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങളുടെ ഗവൺമെന്റ് അവരെ സംരക്ഷിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ എന്ത് സംരക്ഷണമാണ് കൊടുക്കുന്നത്? ഇവിടെ പറഞ്ഞതുപോലെ മാന്യതയുണ്ട് എങ്കിൽ അവരെ ഒരു ദിവസം പോലും ജയിലിൽ കിടത്താതെ ജാമ്യം കൊടുക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കുക വേണ്ടത്. പക്ഷെ ജാമ്യം നിഷേധിച്ചുകൊണ്ട്, ഇനി അതല്ലെങ്കിൽ ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി പോലീസ് ഓഫീഷ്യൽസിനെ വെച്ചുകൊണ്ട് എല്ലാ കുൽസിതമായ പ്രവർത്തനങ്ങളും അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആദ്യത്തെ സംഭവമല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒഡീഷയിൽ, അതിനു മുമ്പ് മധ്യപ്രദേശിൽ, UPയിൽ, പല സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും മലയാളി വൈദികരും കന്യാസ്ത്രീകളും ഈ വിധത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ BJPയുടെ ക്രൈസ്തവ പ്രേമം എന്ന് പറയുന്നത് കേവലം വോട്ടുകൾക്ക് വേണ്ടി മാത്രമുള്ള പുറംപോച്ച് നാടകമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കാര്യത്തിൽ അവിടെ അറസ്റ്റിലാകപ്പെട്ടിട്ടുള്ള 2 കന്യാസ്ത്രീകളെയും ഉടനടി ജയിൽ വിമോചനം. പ്രതികരണമാണ് കേട്ടത്. ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിലുണ്ടാകും.